എല്ലാവർക്കും നമസ്കാരം. CV വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയുടെ തലസ്ഥാനമായ കൊലാലംപൂരിലെ പെട്രോണാസ് ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നില, അതായത് 86ാമത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ടവറിന്റെ തന്നെ ടിൻ ടവറിന്റെ മുകളിലത്തെ ആ നിലയാണ് കാണുന്നത്. CV വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മലേഷ്യ സിംഗപ്പൂർ പാക്കേജ് യാത്രയുടെ കാഴ്ചകൾ, വിശേഷങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലേഷ്യയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ സിംഗപ്പൂരിലേക്ക് പോകും. അവിടുത്തെ കാഴ്ചകളും കാണാം. ഇനി ആദ്യം നമുക്ക് മലേഷ്യയിലെ കാഴ്ചകളിലേക്ക് പോകാം. മലേഷ്യയുടെ ഐക്കണിക് ആയിട്ടുള്ള പെട്രോണാസ് ടവർ തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം. ഈ യാത്രയിൽ ആദ്യമായി ഞങ്ങൾ കാണാൻ പോയതും പെട്രോണാസ് ടവറാണ്. പക്ഷേ 2 ദിവസമായിട്ടാണ് അത് കവർ ചെയ്തത്. ആദ്യത്തെ ദിവസം പെട്രോണാസ് ടവറിൻ്റെ രാത്രി കാഴ്ചകളും, രണ്ടാമത്തെ ദിവസം അതിൻ്റെ മുകളിൽ കയറിയുള്ള കാഴ്ചകളുമാണ് കണ്ടത്. സോമൻസ് ലെഷർ ടൂർ കമ്പനിയാണ് ഞങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. വളരെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. മലേഷ്യൻ എയർലൈൻസുമായിട്ടായിരുന്നു ടൈപ്പ് ആയിരുന്നത്. മലേഷ്യൻ എയർലൈൻസിൻ്റെ സർവീസുകളാണ് ഈ യാത്രയിൽ നമ്മൾ ടു ആൻഡ് ഫ്രോ ഉപയോഗിച്ചത്. മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്ര മാത്രം റോഡ് മാർഗമായിരുന്നു. എന്തായാലും പെട്രോണാസ് ടവറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത്. അതിൻ്റെ രാത്രികാല കാഴ്ചകളാണ് ആദ്യത്തെ ദിവസം. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം വിശ്രമം കഴിഞ്ഞ് പോയത് നേരെ പെട്രോണാസ് ടവറിൻ്റെ ആ ചുറ്റുപാടുമുള്ള പരിസരത്തുള്ള കാഴ്ചകളാണ്. ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇഷ്ടം പോലെ ജനങ്ങളും ഈ സമയത്താണ് അവിടെ ഒത്തുകൂടുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ജലാശയത്തിൽ മനോഹരമായ ഫൗണ്ടനുകൾ പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ സമയത്താണ്. അത് കാണണമെങ്കിൽ വൈകുന്നേരം തന്നെ നമ്മൾ പോകണം. കണ്ടില്ലേ, മനോഹരമായ. ഇതിനനുസരിച്ച് അവിടെ മ്യൂസിക്കും കൂടി ബോക്സ് വഴി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകപ്പാടെ നല്ലൊരു വൈബാണ് ഈ സമയത്ത്. ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ലൈറ്റ് ചെയ്ത് നല്ല മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ സമയത്ത്. പെട്രോണാസ് ടവറിൻ്റെ 2 തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഒന്ന് രാത്രി കാലങ്ങളിലുള്ള ഇത്തരം കൗതുകകരമായ കാഴ്ചകളും, പിന്നീട് അത്ഭുതകരമായ അതിൻ്റെ ഉയരവും അവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചകളും ഒക്കെ നമ്മളെ ആകർഷിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഫൗണ്ടനുകളുടെ മ്യൂസിക്കിനനുസരിച്ചുള്ള ആ നൃത്തമാണ്. പല ആകൃതിയിലാണ് പല സമയത്തും ഇതിൻ്റെ പ്രവർത്തനം. നല്ല ഒരു വൈബാണ് ഈ സമയത്ത്. ചെറിയ ഒരു ചാറ്റൽ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു അന്തരീക്ഷം, അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പോയപ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസം. രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. രാവിലെ ഞങ്ങൾ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തത്. അതിനുശേഷം വൈകുന്നേരമാണ് ഈ പെട്രോണാസ് ടവറിൻ്റെ പരിസരത്തെത്തിയത്. രാത്രികാല കാഴ്ചകൾ കണ്ട് അതിനുശേഷം പിറ്റേന്ന് മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് 3-ാം ദിവസമാണ് പെട്രോണാസ് ടവറിൻ്റെ ഉയരങ്ങളിലേക്ക് കയറിയത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാം. പെട്രോണാസ് ടവറിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെട്രോണാസ് കമ്പനിയുടെ, അതായത് മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ കമ്പനിയുടെ വകയാണ് ഈ
ഈ ബിൽഡിങ്. ഇത് 1993 ആണ് പണി തുടങ്ങിയത്. 6 വർഷം കൊണ്ട് ഇതിൻ്റെ പണി തീർത്തു. നമ്മൾ വളരെ സെക്യൂരിറ്റിക്ക് വിധേയമായിട്ടാണ് ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അവർ കയറുമ്പോൾ തന്നെ നമ്മുടെ കൈകളിൽ നമ്മൾ അതിൻ്റെ ബാൻഡ് ഒട്ടിച്ചു വയ്ക്കും. അതിനുശേഷം 46-ാം നിലയിൽ എത്തുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് വരുന്നത്. 2 ടിൻ ടവറുകളാണ് ഈ പെട്രോണാസ് ടവർ എന്ന് പറയുന്നത്. 2 ടവറുകളാണ്. 86 നിലകളാണ് മൊത്തം ഉള്ളത്. 88 ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ ഡൂം ഉൾപ്പെടെ 88 നിലകൾ വരും. 86-ാമത്തെ നിലയിലാണ് നമ്മൾ പോകുന്നത്. 46-ാമത്തെ നിലയിലെത്തുമ്പോൾ ഈ ഡബിൾ ഡെക്കായിട്ടുള്ള ഒരു ബ്രിഡ്ജിലെത്തും. ഈ 2 ടവറുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പണിഞ്ഞ ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും അത്ഭുതാവഹമാണ്. സുഖമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണാം. ഒരു സൈഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മറ്റേ സൈഡിൽ കൂടി കയറി ഒരു 10 മിനിറ്റ് ആ ബ്രിഡ്ജിൽ നമുക്ക് നിൽക്കുകയും ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്യാം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴെ മനോഹരമായ കുലാലംപൂർ നഗരം അങ്ങനെ കാണാം. അതിനുശേഷമാണ് 86-ാമത്തെ നിലയിലേക്ക് പോകുന്നത്. അത് ലിഫ്റ്റിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ലിഫ്റ്റ് സ്പീഡിൽ, അത് ഹൈ സ്പീഡിലാണ് മുകളിലേക്ക് പോകുന്നത്. സെക്കൻഡുകൾ കൊണ്ടാണ് നിലകൾ കടന്ന് നമ്മൾ ഇപ്പോൾ 86-ാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ തോതിൽ പ്രഷർ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ തലചുറ്റൽ പോലെയും മറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ചെവി ഊതി അടയ്ക്കുകയും മറ്റുമുണ്ടാകും, ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് പോലെ. അതുപോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. കാരണം ഇത് 1483 അടി ഉയരത്തിലാണ് ഈ 86-ാമത്തെ നില. അതായത് 452 മീറ്റർ പൊക്കമാണ് ഈ ടവറിനുള്ളത്. അതിൻ്റെ മുകളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും. എനിക്കും ഉണ്ടായി. ചെറിയ തോതിൽ നമുക്ക് തല ചുറ്റുന്നത് പോലെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുകളിലത്തെ നിലയിൽ പലതരം കാഴ്ചകളും ഉണ്ട്. അവിടെ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് നോക്കുമ്പോൾ പല കാഴ്ചകളും അടുപ്പ്. ഇതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റേ ടവറിൻ്റെ തലപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നഗരത്തിലെ, കുലാലംപൂർ നഗരത്തിലെ ഉയരത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും നമുക്കിവിടെ നിന്ന് കാണാം. അവിടെ ഒരു വലിയ LED സ്ക്രീന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കൈ ഓടിക്കുമ്പോൾ നമ്മുടെ പെട്രോണാസ് ടവർ വന്ന് നമ്മുടെ കയ്യിലിരുന്നിട്ട് കറങ്ങുന്നതായിട്ട് കാണാം. മോനിങ്ങനെ അത് ഡെമോ ചെയ്യുകയാണ്. ഈ ഭാഗത്ത് കൈ കാണിക്കുമ്പോൾ നമ്മൾ ആ കൈ കാണിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പെട്രോണാസ് ടവർ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളപ്പോൾ 83-ാമത്തെ നിലയിൽ തിരിച്ച് പിന്നെ താഴെ വന്ന് 2 നില താഴെ വരുമ്പോൾ അവിടെ ചെറിയ വിശ്രമത്തിനും സ്നാക്സ് ഉണ്ട്. കോഫി, ടീ ഒക്കെ കഴിച്ച് അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം സോവനീറുകളും മറ്റും ടീഷർട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ധാരാളം വാങ്ങിക്കാം. കുറച്ച് വില കുറച്ച് റിങ്കിറ്റ്സ് കൂടുതൽ ആണ് ഇവിടെ വില. നമ്മുടെ രൂപയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് വില കൂടിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നീട് നമ്മൾ എല്ലാം കൂടി ഒരു അരമണിക്കൂർ നമുക്ക് അതിൻ്റെ മുകളിൽ കഴിയാനുള്ള അവസരം അവർ തരുന്നുണ്ട്. ഓരോ ബാച്ചായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ചിനെ വിടുക. കൂടുതൽ സമയം നമ്മൾ അവിടെ ചെലവഴിക്കാൻ അവർ അനുവദിക്കില്ല. പിന്നെ നമുക്ക് താഴെ വന്ന് കാഴ്ചകളൊക്കെ കാണാം. മനോഹരമായ രാത്രി കാല കാഴ്ചയാണ് ഈ കാണുന്നത്. ടിൻ ടവർ അങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നല്ല മനോഹരമായ, അവിടെ തന്നെ സൂര്യ KLCC എന്ന് പറഞ്ഞ ഒരു മാളും ഉണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ നല്ല വിലയിലേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അത്ര എളുപ്പമല്ല.
ഈ മാളിനകത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. കൂറ്റൻ LED ഡിസ്പ്ലേ നമുക്കവിടെ കാണാം. പിന്നെ എല്ലാത്തരം മുന്തിയ ബ്രാൻഡുകളെല്ലാം എല്ലാത്തിൻ്റെയും ഔട്ട്ലെറ്റ് ഈ മാളിലുണ്ട്. ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം കറൻസി ചേഞ്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് അത്യാവശ്യം സോവനീറുകളും സാധനങ്ങളൊക്കെ വാങ്ങാനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ബ്രാൻഡഡ് ഷോറൂമുകളിലൊന്നും കയറിയില്ല. കയറിയാൽ കയ്യിലുള്ളത് തികയില്ലെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു ചോക്ലേറ്റ് ഔട്ട്ലെറ്റിനാണ്. അവിടെ ഹാരിസ്റ്റൺ എന്ന് പറയുന്ന അവരുടെ പ്രശസ്തമായ ഒരു ടീമാണ് അത് നടത്തുന്നത്. ചോക്ലേറ്റിൻ്റെ അപാരമായ സാധ്യതകൾ നമുക്കിവിടെ കാണാം. പലതരം ഫ്ലേവറുകളിലുള്ള ചോക്ലേറ്റുകൾ പാക്ക് ചെയ്ത് ഗിഫ്റ്റ് പാക്കായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം, വാങ്ങാം. അത്യാവശ്യം ചോക്ലേറ്റൊക്കെ ഞങ്ങൾ വാങ്ങി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വരുമ്പോൾ കൊടുക്കാവുന്ന ഒരു സാധനമാണല്ലോ ഇത്. എല്ലാവർക്കും വലിയ വില കൂടിയ സാധനങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചോക്ലേറ്റ് ധാരാളം വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ പാക്കറ്റുകളാണ്. പലതും കോംബോ ഓഫറുകളിലാണ് അവർ വിൽക്കുന്നത്. 2-3 എണ്ണം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ലാഭമുണ്ട്. അതൊക്കെ നോക്കി തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരുപാട് ഫ്ലേവറുകളുള്ള, അതായത് നമ്മുടെ ചക്ക ചേർന്ന ചോക്ലേറ്റ് വരെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ പലതരം ഫ്ലേവറുകൾ, അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ്, ഇതെല്ലാം അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇതാ ബസ്സിനടുത്ത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. അത് ഞങ്ങളുടെ ടൂർ മാനേജർ ഹർഷീനാണ്. ഹർഷീൻ്റെ പ്രൊഫഷണലിസം നിറഞ്ഞ ഒരു സമീപനമാണ് ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കിയത്, ഞങ്ങളെ സന്തുഷ്ടരാക്കിയത്. ഇതാ അടുത്ത കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം രാത്രി 8 മണിയോളം ആയിട്ടുണ്ട് ഈ സമയത്ത്. ഇത് മറ്റൊരു കാഴ്ചയാണ്. ഈ ചുവന്ന നിറത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈ ടവറിൻ്റെ കാഴ്ച കുലാലംപൂരിലെ മറ്റൊരാകർഷണമാണ്. അതിമനോഹരമായിട്ടാണ് അത് അവരണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ മുഗൾ മഹൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചകൾ, പ്രഭാതത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് രാമായണ കേവ്, ബാട്ടു കേവ് എന്നീ സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി പോയപ്പോഴുള്ള ആദ്യത്തെ ദൃശ്യമാണ്. ഈ പ്രാവുകൾക്ക് ആളുകളൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മലേഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ വരുന്നത്. ഒന്ന് രാമായണ കേവ്, അത് കഴിഞ്ഞ് ബാട്ടു കേവ്. ബാട്ടു കേവ് എന്ന് പറഞ്ഞാൽ മുരുക ക്ഷേത്രം. വലിയ ഉയരത്തിൽ മുരുകൻ്റെ ഒരു സ്വർണ്ണ പ്രതിമ നമുക്ക് അവിടെ കാണാം. ആ സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ആദ്യം രാമായണ കേവ്, അതായത് ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ രാമായണത്തിലെ വിവിധ രംഗങ്ങൾ അവർ പ്രതിമകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഒരുപക്ഷെ കാണാൻ പറ്റാത്ത കാഴ്ചകളായിരിക്കാം ഇതൊക്കെ. വളരെ മനോഹരമായി തന്നെ അത് അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. രാമായണത്തിലെ ഓരോരോ ദൃശ്യങ്ങളും നമുക്ക് വളരെ മനോഹരമായിട്ട് അതിൽ അവിടെ കാണാം. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ശ്രീരാമായണ കേവ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതും ബാട്ടു കേവും രണ്ടും ചുണ്ണാമ്പ് കല്ല് ഗുഹയായി തീർന്നതിൻ്റെ കാഴ്ചകളാണ്. ബാട്ടു എന്നാൽ ചുണ്ണാമ്പ് എന്നാണ് പറയുന്നത്. വർഷങ്ങളോളം 4000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ദ്രവിച്ച് ഉണ്ടായ ചുണ്ണാമ്പ് പാറകൾ ദ്രവിച്ചുണ്ടായ ഗുഹകളിലാണ് നമ്മൾ ഇനി കയറി കാഴ്ചകൾ കാണാൻ പോകുന്നത്. അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്ന ഈ ശില്പങ്ങളൊക്കെ. ഗീതോപദേശം ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രവേശന കവാടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മനോഹരമായ പ്രതിമകളാണ് ഇവിടെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി കയറുമ്പോൾ നമുക്ക്
രാമായണത്തിലെ രംഗങ്ങൾ കണ്ടു തുടങ്ങും. എല്ലാം വളരെ ശില്പ സൗന്ദര്യത്തോടു കൂടിയാണ്, വളരെ സ്വാഭാവികതയോടു കൂടിയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊന്നും മനുഷ്യനിർമ്മിതമല്ല. ഈ ഗുഹയൊക്കെ പ്രകൃതി തന്നെ ഉണ്ടാക്കി തന്നതാണ്. അതിനുള്ളിലാണ് ഈ കാഴ്ചകളൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നത്. രാമായണത്തിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ കുംഭകർണൻ്റെ കിടപ്പാണ് ഈ കാണുന്നത്. കുംഭകർണൻ രാമായണത്തിലെ ദൃശ്യങ്ങളൊക്കെ കടന്ന് നമ്മൾ അടുത്ത ഒരു ഗുഹയിലേക്ക് കയറി പോകുമ്പോൾ അവിടെ ഒരു ശിവൻ്റെ പ്രതിമ കാണാം. കളർഫുള്ളാക്കി വെച്ചിട്ടുള്ള ഒരു ശിവൻ്റെ പ്രതിമ കാണാം. ആ ഗുഹ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ വെള്ളമൊഴുകുന്ന ഒരുപാട് അരുവികൾ പോലെ നമുക്ക് കാണാം. അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വെള്ളം അവിടുന്ന് ഇവിടുന്നുമൊക്കെ ചുണ്ണാമ്പ് പാറകളുടെ ഇടയിൽ കൂടി ഒഴുകുന്നതാകാം. അത് നമ്മൾ പലതും കാണുന്നുണ്ട്, കാണാത്തതുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ അലിഞ്ഞ് ഗുഹ വലുതായിക്കൊണ്ടിരിക്കുകയാവാം. ഇതാണ് ബാട്ടു കേവ്. അടുത്ത
നമ്മുടെ കാഴ്ച ബാട്ടു കേവിലേതാണ്. ഇവിടെ 272 പടികൾ കയറി വേണം നമ്മൾ ഈ ബാട്ടു കേവിലെത്താൻ. ആ കേവിനകത്ത്, ആ ഗുഹയ്ക്കകത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്, മുരുക ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ആരാധന തുടങ്ങിയ ഒരു ക്ഷേത്രമാണ്, മുരുക ക്ഷേത്രമാണ്. തമിഴ്നാട് സ്വദേശിയായ ഒരു വ്യവസായിയാണ് ഈ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഒരു മുരുക ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. മുകളിലേക്ക് കയറി പോകുന്നതിന് 272 പടികളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പടികൾ കയറി പോകുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള പടികൾ. എങ്കിലും ഞങ്ങൾ കയറി ഒരുവിധം കയറി മുകളിലെത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ഷോപ്പിംഗ് ഒക്കെ നടത്തി സമയം ചെലവഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാം. ഇതാണ് നമ്മുടെ ബാട്ടു കേവ്സിലേക്കുള്ള സ്റ്റെപ്സ്. 272 പടികളാണ്. കയറി പോകുന്ന വഴിയിലൊക്കെ കുരങ്ങന്മാരെയൊക്കെ കാണാം, അടുത്ത് കാണാം. നമ്മുടെ സുഹൃത്തുക്കളെ പോലെ അവരിങ്ങനെ അടുത്തുണ്ട്. എന്തുകൊണ്ട് ചർച്ചിൽ വരുന്നോ? മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ച ഇതാണ്. ക്ഷേത്രം ആണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. മുകളിൽ ആകാശം നമുക്ക് കാണാം. ചുണ്ണാമ്പ് പാറകളിലൂടെയുള്ള ആകാശ ദൃശ്യം കാണാം. ഈ ഗുഹ ഉള്ളിലേക്ക് നീണ്ടു കിടപ്പുണ്ട്. പല കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഗുഹയാണ് ഈ കാണുന്നത്. അവിടെയാണ് ഈ മുരുക ക്ഷേത്രം. മഴ പെയ്ത വെള്ളം താഴെയൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. തിരിച്ച് ഇറങ്ങുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. കുത്തനെയുള്ള ഇറക്കമാണ്. താഴെ കുറച്ച് സോവനീർ കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാം. ചെറിയ ചെറിയ സാധനങ്ങളാണ് ഈ കടകളിലൊക്കെ ഉള്ളത്. ബാട്ടു കേവും കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത യാത്ര ജെൻഡിങ് ഹൈലാൻഡിലേക്ക് ആയിരുന്നു. ജെൻഡിങ് ഹൈലാൻഡ് നമ്മുടെ പൊന്മുടി പോലെ, തിരുവനന്തപുരത്തെ പൊന്മുടി പോലുള്ള ഒരു പ്രദേശമാണ്, ഒരു ഹൈറേഞ്ച് പ്രദേശമാണ്. ആ സ്ഥലത്തെ അവർ ഏറ്റവും അധികം ഫലപ്രദമായി വിനിയോഗിച്ചിരിക്കുകയാണ്. കാഴ്ചകളും അതുപോലെ തന്നെ കേബിൾ കാറും ഒക്കെ ആയിട്ട് വളരെ മനോഹരമാക്കി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റിയിരിക്കുന്നത് നമ്മൾ കണ്ട് പഠിക്കണം. ഒരു ബിസിനസ് കേന്ദ്രം കൂടിയാണത്. അത്യാവശ്യം ചൂതുകളി ഒക്കെ നടക്കുന്ന സ്ഥലം. പഴയകാലത്തെ ചൂതുകളി കേന്ദ്രങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴുമുണ്ട്. ഒരു കാസിനോ ഇപ്പോഴുമുണ്ട്. കേബിൾ കാറിലാണ് നമ്മൾ ഈ ജെൻഡിങ് ഹൈലാൻഡിലേക്ക് പോകുന്നത്. മനോഹരമായ കാഴ്ചയാണ് ഈ
കേബിൾ കാറിൽ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇടയ്ക്ക് തന്നെ 2 സ്റ്റേഷനുകളുണ്ട്. വളരെ ഉയർന്ന ലെവലിലാണ് നമ്മൾ അവസാനമായിട്ട് എത്തുന്നത്. അതിനു മുമ്പ് 2 സ്റ്റേഷനുകളുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ ഷോപ്പിംഗ് മാളുണ്ട്, കാസിനോ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വച്ചിരിക്കുകയാണ്. മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ കയറി ഭക്ഷണം കഴിക്കാം. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള റിങ്കിറ്റ്സ് നമ്മളെ ഏൽപ്പിക്കുകയായിരുന്നു. അതുപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ കയറി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ തേടിപ്പിടിച്ച് അവസാനം ഒരു സ്ഥലം കണ്ടെത്തി. വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സോൾഡ് ഔട്ട് എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ എത്തിയത്. നല്ല രുചികരമായ വ്യത്യസ്തമായ ഭക്ഷണം കിട്ടി. നൂഡിൽസ്, ഫ്രൈഡ് റൈസൊക്കെ ഞങ്ങൾ സുഖമായി കഴിച്ചു. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ള സമയമായി. വലിയ ആനയുടെ ഒരു രൂപം, ഒന്നല്ല 2 ആനയുടെ രൂപം അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ചിഹ്നം വിളിക്കുന്ന ആനയുടെ രൂപങ്ങൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക്, ജുറാസിക് പാർക്ക്, ഇതൊക്കെ ഇവിടെ ഈ മാളിനുള്ളിൽ അവരെ ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫീസുകളും മറ്റും വളരെ പ്ലാൻഡായിട്ട് നിർമ്മിച്ചിട്ടുള്ള പുത്രജയ, അതുപോലെ തന്നെ സൈബർ ജയ, IT ഹബ്ബായ സൈബർ ജയ തുടങ്ങിയ പ്രദേശങ്ങളാണ് പിന്നീട് ഞങ്ങൾ കാണാൻ പോയത്. ദൂരെ പഴയ കൊട്ടാരം കാണാം. അതുപോലെ തന്നെ ഈ പുത്രജയ കാണേണ്ട സ്ഥലം തന്നെയാണ്.
ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഒരേ സ്ഥലത്ത് അവർ വളരെ പ്ലാനിങ്ങോടുകൂടി പണിഞ്ഞ സ്ഥലമാണ് പുത്രജയ. അതുപോലെ തന്നെ സൈബർ ജയയും. പുത്രജയയും സൈബർ ജയയും ഒക്കെ കണ്ടിട്ട് നീണ്ട ഒരു യാത്ര ഇനി അടുത്ത ദിവസം സിംഗപ്പൂരിൽ എത്തണ്ടേ. അതിനുള്ള യാത്രയാണ് ഇനി. ഏകദേശം 350 കിലോമീറ്റർ നമുക്ക് താണ്ടേണ്ടതുണ്ട്. അങ്ങോട്ട് സിംഗപ്പൂരിലേക്ക് പോകുന്നത് റോഡ് മാർഗമാണ്. അതിനുള്ള ഒരു വലിയ യാത്രയാണ് ഇനി. പാട്ടും അനുഭവങ്ങൾ പങ്കിടലുമൊക്കെ ആയിട്ടൊരു യാത്ര. ബസ്സിനുള്ളിൽ മോൻ്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി. ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങും. അപ്പൊ അവിടുത്തെ നമ്മുടെ വോയിസ് ഭയങ്കരമാണ്. നമ്മുടെ വോയിസ് നല്ല വലുതാണെങ്കിലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് വോയിസ് പറഞ്ഞു കുറേയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 5 പേരെ സെലക്ട് ചെയ്തു. അതിൽ ജോഹോർ ബഹ്റുവിലേക്കുള്ള ഹൈവേയുടെ 2 സൈഡും മിക്കവാറും നമ്മൾ കാണുന്നത് എണ്ണപ്പനകളാണ്. മലേഷ്യ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണല്ലോ. എണ്ണപ്പനയുടെ കണ്ണെത്താ ദൂരം വരുന്ന തോട്ടങ്ങളാണ് നമ്മൾ ഈ 2 സൈഡിലും കാണുന്നത്. മലേഷ്യയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റോഡ് മാർഗമാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത്. ഏകദേശം 300 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ബൈ ബസ്സാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഹാർബറിൻ്റെ സമീപത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും കുട്ടികളെ കളിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ബാറ്ററി കാറൊക്കെ വാടകയ്ക്കെടുത്ത് കുട്ടികളെ കളിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് രാത്രി ഡിന്നർ കഴിച്ചിട്ടാണ് ഇനിയും റൂമിലേക്ക് പോകുന്നത്. അവിടുന്ന് നാളെയാണ് നമ്മൾ സിംഗപ്പൂരിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതിനുള്ള പാസ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വിസ അല്ല, എൻട്രി പാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നാളെയും മറ്റന്നാളും 2 ദിവസം സിംഗപ്പൂരിലായിരിക്കും കറക്കം. 2 ദിവസം നമ്മൾ മലേഷ്യയിൽ കറങ്ങി കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ സിംഗപ്പൂരിലേക്ക് പോകുന്നത്. അങ്ങനെ ആകെ ഇവിടെ ഇന്ന് സ്റ്റേ ആണ്. അപ്പം മൊത്തം 5 ദിവസത്തെ സ്റ്റേ വരും. 6-ാം ദിവസമാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. മലേഷ്യയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ സിംഗപ്പൂരിലെ കാഴ്ചകൾ കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.